അദ്ധ്യായം 11 സന്യാസി. ചെന്താമര നിൽക്കുന്നത് ചേറ്റിലാണ്. അതിനെ എത്ര മനോഹരമായി ദൈവം പരിപാലിക്കുന്നു. ഈ ചേറ്റിലും ദൈവമുണ്ട്. ഏതു തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. ഒരിക്കൽ ഒരാൾ പിച്ചതെണ്ടി തീർത്ഥാടനത്തിന് പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ പല ദിക്കിലും അലഞ്ഞു. പെരുവഴി അമ്പലത്തിൽ കുറച്ചുനാൾ താമസിച്ചു. അവിടെ വെച്ച് ഒരു സന്യാസിയുമായി പരിചയപ്പെട്ടു. അയാൾ വിശ്രമം കഴിഞ്ഞ് വീണ്ടും യാത്രയ്ക്കൊരുങ്ങി. തീർത്ഥാടകർ സന്യാസിയോട് യാത്ര പറഞ്ഞു. "ഞാൻ ഇനി വീണ്ടും യാത്ര തുടങ്ങുകയാണ്" എന്ന്. അപ്പോൾ സന്യാസി പറഞ്ഞു, "നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് പിച്ചതെണ്ടി യാത്രയ്ക്കും ഭക്ഷണത്തിനും ഒരുക്കിവെച്ചിരിക്കുന്ന പണം എനിക്ക് തരൂ. ദൈവം എല്ലായിടത്തും ഉണ്ട്. ഭക്ഷണം കഴിക്കുവാൻ പണമില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയാണ്. നീ ഇവിടെ ഈ അമ്പലത്തിൽ തൊഴുതാലും ദൈവം ഇവിടെയുണ്ട്." തീർത്ഥാടകൻ ആകെ പ്രയാസപ്പെട്ടു. "ഞാൻ ഈ സ്വാമിയുമായി വളരെ പരിചയപ്പെട്ടു. എങ്ങനെ കൊടുക്കാതിരിക്കും?" ഒരു നിമിഷം ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ഈ സ്വാമിയെ 3 തവണ വലം വെച്ച് ആ പണം ആ സ്വാമിക്കു കൊടുത്തു. കഷ്ടപ്പെട്ട് തീർത്ഥാടനത്തിന് ഒരുങ്ങുന്ന പലർക്കും ഇത് ഒരു മാതൃകയാകട്ടെ. ഇതുപോലെ തന്നെ അരച്ചാൺ വയറിന്റെ വിളി കേൾക്കാതെ മറ്റു പല സൽപ്രവൃത്തികൾക്കും നമ്മൾ ഒരുങ്ങുന്നു. ഇത് ദൈവം കാണുമോ, കേൾക്കുമോ, സ്പർശിക്കുമോ? ലൂക്ക 7:50. അവൻ അവളോടു പറഞ്ഞു, "നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോകുക." പാപിനിയായ സ്ത്രീയോട് യേശു പറഞ്ഞ വാക്കുകളാണിവ. ഹോസിയ 6:6. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹനബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ഹൃദയം നൊന്ത് എന്നെ വിളിക്കുന്നതിനു പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ദൈവം കരുണയാണ് ആഗ്രഹിക്കുന്നത്. നല്ല സമരിയക്കാരനെപ്പോലെ കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് സ്നേഹവും കരുണയും. റൂത്ത് അവളുടെ അമ്മായിയമ്മയോട് കാണിച്ച സ്നേഹവും കരുണയും വിശ്വസ്തതയും അവൾക്ക് ഇന്ന് ബൈബിളിൽ സ്ഥാനം കൊടുത്തു. അവളുടെ സഹനം അപാരം തന്നെ. അവൾ കൂലിവേല ചെയ്ത് അമ്മയെ പോറ്റി. ദൈവത്തിന് ഇഷ്ടപ്പെട്ടവളായി.